അങ്ങനെ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകളിലേക്ക് കൂടിയാണ്. കാഴ്ചയുടെ പരിമിതികളെ നിശ്ചയദാർഢ്യം കൊണ്ട് തോൽപ്പിച്ച് സിവിൽ സർവീസ് പരീക്ഷയിൽ ഉജ്ജ്വല വിജയം കൈവരിച്ചിരിക്കുകയാണ് കോഴിക്കോട് വടകര സ്വദേശിനി ജസീല ജന്നത്ത് പി. സിവിൽ സർവീസ് പരീക്ഷയിൽ 397 റാങ്ക് നേടിയാണ് ജസീല ഈ സ്വപ്ന നേട്ടം സ്വന്തമാക്കിയത്. വനിതാ ദിനത്തിൽ ജസീല മീഡിയ വണ്ണിനോട് സംസാരിക്കുന്നു. കാഴ്ച പരിമിതിക്കുള്ളിൽ നിന്ന് സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് കോഴിക്കോട് വടകര സ്വദേശി ജസീല ജന്നത്ത്. ജസീല ജന്നത്ത് മീഡിയാവിനോടൊപ്പം ചേരുകയാണ്. ജസീല 397ാമത്തെ റാങ്കാണ്. എങ്ങനെ കാണുന്നുണ്ട് ഈ വിജയത്തെ? ഒരുപാട് സന്തോഷമുണ്ട്. ഓവർവെൽമിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. കാരണം ഇത് ഞാൻ 2022 മുതൽ തുടങ്ങിയ പ്രിപ്പറേഷനാണ്. ഇൻ്റർവ്യൂ വരെ പോകാൻ ഫസ്റ്റ് അവസരം കിട്ടിയതാണ്. റാങ്ക് ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ അത്രയും നല്ലൊരു റാങ്ക് ഒട്ടും പ്രതീക്ഷിച്ചില്ല. വളരെ സന്തോഷമുണ്ട്. വനിതാ ദിനമൊക്കെയാണ്, അപ്പോൾ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കാൻ പോകുന്നത്? നമ്മൾ ഇപ്പം ഒരു നമ്മുടെ സൊസൈറ്റിയിൽ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രാ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടാണ് പല പെൺകുട്ടികളും പലതും നേടിയെടുക്കുന്നത്. അപ്പം വനിതാ ദിനത്തോടനുബന്ധിച്ച് എനിക്ക് പെൺകുട്ടികളോടും സ്ത്രീകളോടുമാണ് പറയാനുള്ളത്. സ്വപ്നങ്ങൾ ഉണ്ടാവണം, ഉറപ്പായിട്ടും അതിൻ്റെ പുറകെ പോകണം. പലതും പറയാൻ പലരും ഉണ്ടാവും. അത് എല്ലാം ഒരു ചെവിയിൽ കൂടെ കേട്ട് മറു ചെവിയിൽ കൂടെ കളയാനുള്ള മനോഭാവത്തോടെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ സ്വപ്നത്തിനൊപ്പം ഓടിയെത്താൻ പറ്റും, നമുക്കത് നേടാനും പറ്റും. ഈ 3 വർഷം പ്രിപ്പയർ ചെയ്തു എന്ന് പറഞ്ഞല്ലോ, എങ്ങനെയൊക്കെയായിരുന്നു ആ പ്രിപ്പറേഷനും കാര്യങ്ങളും? PCM ചെയ്തിരുന്നു. 2022 പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. അത് ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ആ വർഷം പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റി. പിന്നെ മെയിൻസ് എഴുതി ക്വാളിഫൈഡ് ആയില്ല. പിന്നെ 2024 ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ 2025 അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മെയിൻസിൻ്റെ ടെസ്റ്റ് സീരീസ് ഒക്കെ കൂടുതൽ എടുത്തത് സൈലത്തിലായിരുന്നു. അവിടുത്തെ മെൻറ്റേഴ്സ് സുനീഷ് സാറ്, ജസിൻ സാറ് ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു. സൈലം അഗൈൻ ഓപ്ഷണൽ സോഷ്യോളജി ആയിരുന്നു. അത് ഐലം ശങ്കർ ആയിരുന്നു കൂടുതൽ ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് എസ്പെഷ്യലി സ്പെഷ്യൽ താങ്ക്സ് ടു സൈലം ദാറ്റ് ലൈക്ക് അവർ എനിക്ക് ഭയങ്കര കസ്റ്റമൈസ്ഡ് മെൻറ്റർഷിപ്പ് ഒക്കെ ആയിരുന്നു. ഭയങ്കര പ്രയോറിറ്റി കൂടുതലായിരുന്നു. ഓൾട്ടർനേറ്റീവ് ഡേയ്സിലെ മെൻറ്റർഷിപ്പ് അത് എൻ്റെ മെയിൻസ് ഭയങ്കരമായിട്ട് പോളിഷ്ഡ് ആയിട്ടുണ്ട്. ആൻഡ് ഐ എം ഷുവർ ദാറ്റ് ആ മെയിൻസിൻ്റെ മാർക്ക് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് ഫോർ ജനറൽ സ്റ്റഡീസ് പേപ്പർ. അത് ഉണ്ടായിട്ടുണ്ടെന്ന് ഉറപ്പുണ്ട്. ഈ പഠന രീതി എങ്ങനെയായിരുന്നു? ബേസിക്സ് ബേസിക് ടെക്സ്റ്റ് ബുക്ക് റെഫറൻസ് ആണ്, NCERT. ദെൻ പഠിക്കുന്നത് എക്സ്ട്രാ ബെസ്റ്റ് മെറ്റീരിയൽസ് റെഫർ ചെയ്യും. പിന്നെ കൂടുതലായിട്ടും ടെക്നോളജിയുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. വായിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പോൾ നമുക്ക് സ്ക്രീൻ റീഡിങ് സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ട്, ഡിജിറ്റൽ ഡിവൈസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ കൂടുതലും ഈ AI ടൂൾസൊക്കെ വളരെ ലെവറേജ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് എനിക്കത് ഭയങ്കര പൊട്ടൻഷ്യൽ ആയിട്ടുണ്ട്. എസ്പെഷ്യലി ChatGPT, AI, Gemini ഒക്കെ. അങ്ങനെ കുറച്ചും കൂടെ ടെക്നോളജിക്കൽ ഇൻ്റഗ്രേഷൻ കൂടുതലാണ് എൻ്റെ പ്രിപ്പറേഷനിൽ പഠിക്കുന്നതിൽ. ഈ ഒപ്പം നിന്ന് സഹായിച്ചവരൊക്കെ ആരൊക്കെയായിരുന്നു? ദ ഫസ്റ്റ് തിങ് ഫാമിലി, എൻ്റെ ഉമ്മ, ദെൻ എൻ്റെ സഹോദരിമാർ, അവർ എൻ്റെ വീട്ടുകാർ. ബേസിക്കലി മെയിൻലി ഫാമിലി, ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ്. ഈ IAS, IPS, IFS ഏത് കിട്ടിയാലും സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സ്വന്തമായിട്ടൊരു പ്രോജക്റ്റ് മനസ്സിൽ കണ്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. പക്ഷേ എനിക്കൊരു വോളണ്ടറി ആയിട്ടൊരു ഞാനൊരു സോഷ്യൽ വർക്കർ, ബൈ പ്രൊഫഷണൽ സോഷ്യൽ വർക്കർ ആയതുകൊണ്ട് എനിക്കൊരു ഗവൺമെൻറ്, അതായത് എൻ്റെ ഒരു എക്സ്ട്രാ സോഷ്യൽ ഇനീഷ്യേറ്റീവായിട്ടൊരു എന്തെങ്കിലും NGOs ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ജസീല ആഗ്രഹിച്ച പോലെ തന്നെ അതൊക്കെ തന്നെ നടക്കട്ടെ. ക്യാമറ പേഴ്സൺ ബിജു മടവരിനൊപ്പം RB സനു, മീഡിയ 1.